എടാ, രണ്ടാളും ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ? പാറുവിനാണെങ്കിൽ 2 മാസം സ്കൂളിൽ ലീവാ. ഇപ്പൊ അവളിനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഫ്ലാറ്റിലാണെങ്കിൽ ആരെങ്കിലും കിട്ടണില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ എന്നെ വിളിച്ചതാ. എന്താ അങ്ങനെ പറയുന്നത്? കുഞ്ഞൂസിന് വെക്കേഷൻ അല്ലേ? അമ്മ ഇട്ടേച്ച് പോയ പിന്നെ കുഞ്ഞിനെ ആരും നോക്കാ? അവരെ പോലെ ഞങ്ങളും രണ്ടാളും ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ? അതും പറഞ്ഞിട്ട് എനിക്ക് മോൾ വിളിക്കുമ്പോ പോകാതിരിക്കാൻ പറ്റുവാടാ? ചെക്കനെ വേണമെങ്കിലേ നീ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്. അവിടെ നോക്കാൻ കുറെ ആൾക്കാരില്ലേ? അതെങ്ങനെയാ അമ്മ ശരിയാവാ? രണ്ടാളും ഏത് നേരവും പറയുമല്ലോ കുഞ്ഞിനെ എന്റെ വീട്ടുകാർ നോക്കിയാൽ ശരിയാവില്ല, സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല എന്ന്. ഇതാ ഇപ്പൊ കൂടി ഏട്ടൻ പറഞ്ഞേ ഉള്ളൂ അങ്ങോട്ട് വിടണ്ടെന്നുള്ളത്. ഇത്രയും ബുദ്ധിമുട്ടിയേ എന്തായാലും വിടാൻ നിൽക്കണ്ട, അമ്മ തന്നെ നോക്കിയാൽ മതി. നിനക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ കുറച്ചു കഴിഞ്ഞാൽ പോവാൻ നിൽക്കുക. ഇനിയിപ്പോ അവൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. തൽക്കാലം അവൻ അവിടെ കൊണ്ട് വിട്. ഞാൻ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും എന്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ലമ്മേ. കാരണം 1 രൂപ പോലും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. എല്ലാം ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. അഞ്ചൊന്നും ഇങ്ങോട്ട് തരില്ലല്ലോ. അപ്പൊ ഞങ്ങക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ അമ്മ ഇവിടെ തന്നെയാ നിൽക്കേണ്ടത്. എടി നിർത്തടി, ഞാനേ എന്റെ മോളുടെ കുട്ടിയെ നോക്കാൻ വേണ്ടിട്ടാ പോകുന്നത്. അപ്പൊ ഇവിടെയുള്ളത് ആരാ അമ്മ? മോന്റെ കുട്ടിയല്ലേ? അപ്പൊ അതിനെ ആരാ നോക്കുക? എടാ, നീ എന്ത് നോക്കി നിൽക്കുക? നിന്റെ മുന്നിലല്ലേ അവൾ എന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പോരായിട്ട് തന്നെയാ. അല്ലമ്മേ, അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? അമ്മന്റെ എല്ലാ കാര്യവും ഞങ്ങളെ നോക്കല്. അഞ്ചു എന്തെങ്കിലും ചെയ്തല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ആവശ്യം വരുമ്പോ അമ്മ ഇവിടെയാ നിൽക്കേണ്ടത്. എന്നാലും അമ്മ പോണ്ട, അഞ്ചുവിനോട് ഒരു മെയ്ഡിനെ വെക്കാൻ പറയും. പിന്നെ നിങ്ങളുടെയൊക്കെ വാക്കും കേട്ട് ഞാൻ ഇവിടെ ഇരിക്കല്ലേ? അല്ലെങ്കിൽ എന്റെ മോളുടെ വീട്ടിൽ പോകുന്നതിന് നിങ്ങളുടെ രണ്ടിന് പെർമിഷൻ എന്തിനാടാ? ഞാൻ പോവുക. ഇപ്പൊ എന്താ ഏട്ടാ, നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ ആൺമക്കളെ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അമ്മമാർക്ക് നിങ്ങളുടെ മക്കളെക്കാളും കൂടുതൽ ഇഷ്ടം അവളുടെ പെൺകുട്ടികളുടെ മക്കളോടായിരിക്കും. ഞാൻ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും വിശ്വാസമായെന്ന് വരില്ല. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക് നിങ്ങളുടെ അമ്മായിമ്മ എങ്ങനെയാന്നുള്ളത്.